നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാൽസ്യം കൂടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ തന്നെ കാൽസ്യം കൂട്ടാൻ സാധിക്കുന്ന 3 ഭക്ഷണങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ പാലിനെക്കഴിഞ്ഞും കൂടുതൽ അളവിലുള്ള കാൽസ്യം റിച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് വ്യത്യസ്തമായ രീതികളിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത്, മുതിർന്നവർക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കൂടാതെ ഇതൊക്കെ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ നാച്ചുറലായിട്ട് ഒരു ചെറിയ കൂട്ടും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇത് ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഇത് 1/2 സ്പൂൺ നമ്മളിത് ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് നിത്യേനയുള്ള കാൽസ്യം കണ്ടന്റ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടും കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമുക്ക് പാൽ എല്ലാവരും കുടിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ പാലിന് പകരമായിട്ട് എന്താണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പാലിന് പകരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളതും. അതുപോലെ ഒരുപാട് പേര് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആയുർവേദ രീതികളിലുള്ള മെഡിസിൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഭക്ഷണ രീതികളിലൂടെ മാറ്റം വരുത്തുകയും ഭക്ഷണ രീതികളിൽ ഈ രീതികളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം അതുപോലെ അതിനോടൊപ്പം തന്നെ HB ലെവൽ കുറവായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അയൺ കൂടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള 3 ഭക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് മുതിരയാണ്. മുതിര എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. എന്നിരുന്നാലും മുതിര കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വഴിയെ പറയാം. അപ്പം മുതിര നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൺസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമുക്ക് ബോൺസിനൊക്കെ തന്നെ തേയ്മാനം ഉള്ളവരാണെന്നുണ്ടെങ്കിലും സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, ആമവാദത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തന്നെ ഇത് വളരെയധികം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അവരുടെ വേദനകൾ, ആ സ്ഥലത്തുണ്ടാവുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. കുട്ടികൾക്കൊക്കെ തന്നെ ഈ എല്ലിന് ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ ആ ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ടും തന്നെ സഹായിക്കുന്നതാണ്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നോർമലി നമ്മൾ തോരൻ വെച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ കറി ആയിട്ടുള്ള രീതിയിൽ പുട്ടിന്റെ കൂട്ടത്തിൽ കറി ആയിട്ടുള്ള രീതികളിൽ നമുക്ക് കഴിക്കാം. ഇല്ല ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തോരൻ വെച്ചിട്ട്, ഇത് നമുക്ക് വാഴപ്പിണ്ടിയിൽ തോരൻ വെച്ചിട്ട് കഴിക്കുന്നത് നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് മൂത്രാശയ നമുക്ക് കല്ലുകൾ മാറാൻ, കിഡ്നി സംബന്ധമായിട്ടുള്ള കല്ലുകളൊക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ കഫവാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. അതായത് ശ്വാസം മുട്ടല്, കഫക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നവർക്ക് മുതിര കഴിക്കുന്നതിലൂടെ ഇത് കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമുക്ക് ബോൺസിനൊക്കെ ഉണ്ടാകുന്ന, ജോയിൻസുകളിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറി വെച്ചിട്ടുള്ള രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമായിട്ട് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി അങ്ങനെയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യേന നമുക്ക് കറികളിൽ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കൂട്ട് പറയാം. അതിനാവശ്യമായിട്ടുള്ളത് മുതിര ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക. ഞാൻ ഒരു നോർമൽ അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനനുസൃതമായിട്ട് കൂടുതൽ അളവിൽ പൊടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള മുതിര എടുക്കുക. മുതിരയിൽ ഒരുപാട് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഉണക്കിയതിന് ശേഷം എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഈ ഉണങ്ങിയിട്ടുള്ള ഈ ഒരു 3 ടേബിൾ സ്പൂണ് മുതിര ഒരു ചീനച്ചട്ടിയിലിട്ട് ചെറുതായിട്ട് വറക്കുക. വറക്കുമ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് നമ്മൾ ഇടേണ്ടത്. കറിവേപ്പില നമ്മുടെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഡൈജഷൻ കറക്റ്റാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുമുണ്ട്. ഇത് നമ്മുടെ ബോൺസിൻ്റെയും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇതും കൂടിയിട്ട് ഒന്ന് വറുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടേണ്ടത് ഏകദേശം 1/2 സ്പൂൺ അളവിലായിട്ടുള്ള കായത്തിൻ്റെ പൊടിയാണ് ഇടേണ്ടത്. കട്ടക്കായമല്ല, നോർമൽ കായത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത് 1/2 സ്പൂൺ അളവിലിടുക. ഇതും നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ ഏകദേശം 1/2 സ്പൂൺ അളവിൽ തന്നെ നമുക്ക് ഇന്ദുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ദുപ്പില്ലെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം ഇത് ഒന്ന് ചൂട് വാങ്ങിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പൊടിക്കകത്ത് നിന്ന് ഏകദേശം 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ നമുക്ക് ദിവസേന കഴിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ ഇപ്പോൾ പരിപ്പ് കറിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ എന്ത് കറിയാണോ നിങ്ങൾ
വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ ഇത് ചേർത്തിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ കഴിക്കുമ്പോൾ നമുക്ക് നിത്യേനയുള്ള കാൽസ്യം കണ്ടന്റ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ആ ഒരു കൂട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് മുതിര കഴിക്കാൻ പാടില്ലാത്ത ആരൊക്കെയാണെന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ശരീരത്തിൽ ഒരുപാട് ചൂട് കൂടുതലുള്ള ആൾക്കാർ, പെട്ടെന്ന് വേർക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ, പിത്ത സംബന്ധമായിട്ടുള്ള പിത്തപ്രകൃതി കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇത് പറ്റാത്തതായിട്ടുള്ളത്. അപ്പൊ അതുപോലെയും നമുക്ക് ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് നമുക്ക് മെൻസ്ട്രൽ സമയത്ത് ഒരുപാട് ബ്ലീഡിങ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാൻ പാടില്ല. മെൻസ്ട്രൽ സമയത്തും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൈൽസിന്റെ പ്രശ്നങ്ങൾ, ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ രക്തവാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ രോഗികൾക്കും അതുപോലെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു ഭക്ഷണം എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി എന്ന് പറയുന്നത്, റാഗിയിൽ നാച്ചുറൽ ആയിട്ട് ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റാഗിയിൽ എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം മാത്രമല്ല, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പം അയൺ ഒക്കെ തന്നെ ഇതിൽ അടങ്ങുന്നത് കൊണ്ട് നമുക്ക് HB ലെവൽ കുറവായിട്ടുള്ളവർക്കും ഈ ഒരു നമുക്ക് റെമഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കുട്ടികൾക്ക് മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറയാം. കുട്ടികൾക്ക് ഇതുപോലെ കാൽസ്യം കൂടാനും അയൺ കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു റാഗി ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിനാവശ്യമായിട്ട് 3 സ്പൂൺ അളവിലുള്ള റാഗിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇടുക. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഈ 3 സ്പൂണ് റാഗി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബദാം ആഡ് ചെയ്യാം, അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കടല ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സുകൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതും കൂടിയിട്ട് വറുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം, കുറുക്കായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് 3 ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈന്തപ്പഴമാണ്. അത് ഏകദേശം 2 തൊട്ട് 3 ഈന്തപ്പഴം വരെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. എന്നിട്ട് ഇതിന് ടേസ്റ്റിന് അനുസൃതമായിട്ട് 1 സ്പൂണ് നമുക്ക് കൽക്കണ്ടം, പനക്കൽക്കണ്ടോ ആഡ് ചെയ്യാവുന്നതാണ്, വെള്ളക്കൽക്കണ്ടോ ആഡ് ചെയ്യാവുന്നതാണ്. ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു പകുതി ഗ്ലാസ് തേങ്ങാപ്പാലും കൂടിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പാല് ചേർക്കേണ്ടതില്ല, തേങ്ങാപ്പാല് മാത്രം മതി ഈ ഒരു കൂട്ടിന്. അപ്പോൾ പകുതി ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഷേക്ക് രൂപത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 11 മണി സമയത്തോ 4 മണി സമയത്തോ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ നല്ല കാൽസ്യം അതുപോലെ തന്നെ അയൺ റിച്ചുമായിട്ടുള്ള ഒരു ഷേക്കാണ്. ഇത് എല്ലാ പ്രായക്കാർക്കും കുടിക്കാൻ പറ്റുന്നതാണ്. പ്രമേഹ രോഗികൾ ഇതിനകത്തേക്ക് ഈന്തപ്പഴവും അതുപോലെ തന്നെ കൽക്കണ്ടവും ഒഴിവാക്കിയിട്ട് ആ രീതിയിൽ കുടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുമാവ് എന്നുള്ള രീതിയിലോ പുട്ടെന്നുള്ള രീതിയിലോ ഒക്കെ തന്നെ റാഗി കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഷേക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ഭക്ഷണമായിട്ട് വരുന്നത് എള്ളാണ്. എള്ളെന്ന് പറയുന്നത് നല്ല രീതിയിൽ കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം മാത്രമല്ല, ഇതിലും നമുക്ക് HB ലെവൽ കൂട്ടാൻ സാധിക്കുന്നതാണ്. അയൺ റിച്ച് ആയിട്ടുള്ളതാണ്. ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേദന സംബന്ധമായിട്ട് നമുക്ക് നേർക്കെട്ട് വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. അതുപോലെ ഇത് സ്കിന്നിന്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു എള്ള് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കഴിക്കുന്ന രീതിയാണ് എള്ളുണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെയാണ് നമ്മൾ എള്ള് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെളുത്ത എള്ളും എടുക്കാം. വെളുത്ത എള്ള് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ലെവലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കറുത്ത എള്ള് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു എള്ള് ചെറുതായിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ശർക്കര പാനിയാണ് ആഡ് ചെയ്യേണ്ടത്. ശർക്കര എന്ന് പറയുന്നതും അയൺ റിച്ച് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി നൽകാൻ വേണ്ടിയിട്ട്, ഉന്മേഷം നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. കുറുക്കിയിട്ടുള്ള ശർക്കര പാനിയിലേക്ക് ഈ എള്ളും ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നട്ട്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊരു എള്ളുണ്ട രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു എള്ളുണ്ട ആഴ്ചയിൽ 3 ദിവസത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു
എള്ളുണ്ട ഒരു ദിവസം മാത്രം എന്നുള്ള രീതിയിൽ കഴിക്കുന്നത് നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബോണിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും വേദനകൾ കുറവായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. എള്ളുണ്ട എല്ലാവർക്കും നല്ല കൊടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പ്രമേഹ രോഗികൾക്ക് ശർക്കര അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രമേഹം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. അതിന് പകരം കുറച്ച് വറുത്തിട്ടുള്ള എള്ള് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണം, നിങ്ങളിപ്പോൾ ഓട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓട്സിൽ ഈ വറുത്തിട്ടുള്ള എള്ള് ഒരു കാൽ സ്പൂൺ തൊട്ട് അര സ്പൂൺ വരെ ഒരു ദിവസത്തിൽ കഴിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ഇതുപോലെ എള്ള് ചേർത്തിട്ട് നമ്മൾ ഓട്സ് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഷുഗറൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമായിട്ട് എള്ളുണ്ട കഴിച്ചാലും മതി. അപ്പം ഇങ്ങനെ നമുക്ക് പ്രമേഹ രോഗികൾക്കും എള്ളുണ്ട നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ 3 ഭക്ഷണങ്ങൾ ഏതൊക്കെ രീതികളിലാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ പറയാം. ഇത് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങളാണ് ഇതിനകത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.